അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഈ ചാപ്പൽ. ഈ ഒരു ചാപ്പലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒറിജിനലായിട്ടുള്ള ചാപ്പലിൻ്റെ പിക്ചർ അവർ വെച്ചേക്കുന്നത്. ഈ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് ഇപ്പം നമ്മൾ ആ പടത്തിൽ കണ്ട ചാപ്പലിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതായിരുന്നു ചാപ്പലിൻ്റെ ഉൾവശം, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. ഇത്രയാണ് അവശേഷിക്കുന്നത്. ഇത്രയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, 12-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കി അവശേഷിപ്പാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് വേറെ ചിരി വരുന്നത്. അതായത് നമുക്ക് 5-10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ബാക്കി പോലും കാണാറില്ല. അതല്ലെങ്കിൽ എന്താണ് പറയുന്നത്, 5-6 മാസം കഴിഞ്ഞാൽ ഇന്ന് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ വിള്ളലുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും മില്യൻസിന് ശേഷമുള്ള കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാഴ്ചയാണ്. അതായത് അന്നത്തെ നിർമ്മാണത്തിൽ കൈക്കൂലി ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന സിമ്പിളായ കാര്യം. ഉണ്ടോ? അതുപോലെ തന്നെ ചാപ്പലിനോട് ചേർന്ന തറക്കൽ പോലെ നമുക്ക് കുറേ പോർഷൻസ് കാണത്തില്ലേ, ഇവിടെയൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മലയുടെ താഴോട്ട് ഇറങ്ങണം. ഇനിയാണ് നമ്മൾ പോകുന്നത്. നേരെ ഇവിടെ കേവ് ഉണ്ട്. ഞാൻ നേരത്തെ അവിടെ 2 കേവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കുറച്ച് കേവ്സ് ഉണ്ട്. ഈ കേവ്സിൻ്റെ അകത്തുകൂടി ഒരു നല്ല ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതിലൂടെ നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നത് കടൽ വെള്ളത്തിനെ ടച്ച് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് നോക്കാം. എന്നാലും ഞാനിപ്പോൾ താഴോട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് നമ്മളിവിടുന്ന് നേരെ ഇതിൻ്റെ ഈ എന്താണ് ഈ കാസിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങുന്നതാണ്. ചെറിയൊരു സ്റ്റെപ്പായിട്ടാണ്. അതാ ഈ കാസിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല കിടിലൻ കാഴ്ചയാണിത്. ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇതിപ്പം ഇവർ റീബിൽഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ കാസിൻ്റെ മറു സൈഡ്. അതായത് എങ്ങനെയാണ് കാസിൽ ബിൽഡ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ കാസിൻ്റെ അകത്ത് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർ താമസിക്കുന്ന സമയങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് ഈ സീല്, അതായത് കടൽ മാർഗം വഴിയാണ് ട്രേഡിങ്ങോ സംബന്ധമായിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അന്നത്തെ കാലത്തെ ഷിപ്പ് സാധനങ്ങൾ വരുന്നതും അത് എന്താണ് പറയുന്നത് ഇവർ എടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അന്നേ നടന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് താഴോട്ട് ഇറങ്ങുന്ന സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പ്രത്യേകം കാണാം. അത് ആ താഴെ പോർഷനിലൊക്കെ പച്ച നിറത്തിലാണ് വെള്ളം കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ പായലാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ആയിരിക്കാം. ഇവിടെയുള്ള ചെറിയൊരു ടീ ഷോപ്പാണ്. ഡ്രിങ്ക് വേണം മേടിക്കാം, കോഫി മേടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് ബീച്ച് താഴെയുള്ളത്. നമുക്ക് ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് താഴോട്ടൊക്കെ ഇനി ഇറങ്ങണം. ആൾക്കാർ നിൽക്കുന്നതാണ് അവിടെ. അതായത് ഈ ബീച്ചിൻ്റെ ഈ സൈഡിലൊക്കെ ആവാം പണ്ട് ഷിപ്പ്, ചെറിയ ഷിപ്പൊക്കെ വരികയും അവിടുത്തെ സാധനങ്ങൾ ഈ പറഞ്ഞ അന്നത്തെ ക്ലാസ്സിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ആവാം. അപ്പോൾ നമ്മൾ താഴത്തെ ഈ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീച്ചിൽ നമ്മൾ എത്തിയത് നിങ്ങൾ കാണുന്ന അത്രയും ഏരിയ കവർ ചെയ്തിട്ടാണ്. അത്രയും ഏരിയ കവർ ചെയ്ത് അവിടുന്ന് താഴോട്ടിറങ്ങി അവിടെ ഒരു ഗുഹ നമുക്ക് കാണാം. ആ ഏരിയയിലേക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ വേലിയിറക്കം അനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അതായത് ചില സമയത്ത് വേലിയിറക്കമുള്ള സമയത്തിൽ സത്യം പറഞ്ഞാൽ അവിടെ ആൾക്കാർ പോകുമ്പോൾ നമുക്ക് അവിടെ വെള്ളം ഉണ്ടാവില്ല. ആ ഒരു പോർഷൻ വെള്ളം ഉണ്ടാവില്ല അങ്ങോട്ട്. അപ്പോൾ ഈസിയായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മലമുകളിലെ കാസിലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഔട്ട്സൈഡിൽ നിന്ന് ഇവർ നിയന്ത്രിക്കുന്നത് ഈ ഒരു സീ പോർഷനിലൂടെയാണെന്ന് വെക്കാം. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കപ്പൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ അന്നത്തെ സോഴ്സാണ് കടൽ.
കടൽ മാർഗം യാത്ര എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഞാൻ അവിടുന്ന് മുകളിലേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ കേവ് അതാണ്, ഗുഹ അതാണ്. നമുക്കെല്ലാം നടന്ന് കയറാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞാൽ വേലിയേറ്റവും വലിയിറക്കത്തിനനുസരിച്ച് വേലിയേറ്റവും വലിയിറക്കം അനുസരിച്ച് വെള്ളം അവിടെ ചിലപ്പം ഇല്ലാതാവും. ആ സമയത്താണ് ആൾക്കാരെല്ലാം അതിൽ കയറുന്നത്. പക്ഷെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് നടന്ന് പോകാം. ഒരുപാട് വെള്ളമൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഞാൻ അതിൽ പോകുന്നത് വെച്ചാൽ റിസ്ക്കാണ്. അതിൽ കുറച്ച് അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി ഞാൻ അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് കടന്ന് പോകും. ഞാൻ അവിടുന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റ് മുകളിലോട്ട് കയറിയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റാം. ഇവിടെ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചേക്കുന്ന ചെറിയ കെട്ടിടങ്ങളാണ്. ടോയ്ലറ്റ് സർവീസ്, അതല്ലെങ്കിൽ കോഫി, ചായ, അങ്ങനെയുള്ള സെറ്റപ്പിലുള്ള ചെറിയൊരു കെട്ടിടം നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്, ഒരു കാസിൽ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഈ മല മുഴുവൻ കംപ്ലീറ്റ് കയറി ഇറങ്ങി തിരിച്ചിറങ്ങുന്ന ഒരു ഏരിയയാണിത്.